ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പീസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ds മാക്സിൽ നമ്മളൊരു കപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇതൊരു 3ds മാക്സിൻ്റെ ഇൻ്റർഫേസ് ആണ്. അപ്പം യൂസർ ഇൻ്റർഫേസിൽ പല കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ നമ്മളതൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈനിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ 4 ഡിവിഷനായിട്ടാണ് സബ് ഡിവൈഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ ഇതിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം. അതേപോലെ ഇതിൽ നമുക്ക് ലെഫ്റ്റ് വ്യൂ കാണാം. അതേപോലെ ഇവിടെ നമുക്ക് പെർസ്പെക്റ്റീവ് കാണാം. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം ഏത് പ്ലെയിൻ ആണോ നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ഏത് വ്യൂ ആണോ നമുക്ക് കാണേണ്ടത്, അത് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്കിവിടെ കാണാം കോർണറിൽ ഇവിടെ നമുക്ക് മാക്സിമൈസ് വ്യൂ പോർട്ട് എന്നൊന്ന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെഗ്മെൻറ്റ് മാക്സിമൈസ് ആവും. അഗെയിൻ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ അത് മിനിമൈസ് ആവും. അപ്പോൾ ഏത് വ്യൂ വേണോ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ 3ds മാക്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ്, ഇത് ഈ 3 പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഈ 4 പേഴ്സ്പെക്റ്റീവ് ഡിസൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരു പാരലലി വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ, അതേപോലെ നമ്മുടെ ലെഫ്റ്റ്, അതേപോലെ ഫ്രണ്ട് എല്ലാം ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷനാണ് നമുക്ക് 3ds മാക്സ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു കപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് പെർസ്പെക്റ്റീവ് പ്ലെയിനിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാക്സിമൈസ് പോർട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു കപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണാൻ പറ്റും സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. ബോക്സ്, സ്പിയർ, സിലിണ്ടർ. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കപ്പ് ഉണ്ടാക്കാൻ നമുക്ക് സിലിണ്ടറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ സിലിണ്ടർ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, സിലിണ്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സിലിണ്ടറിനെ ഞാൻ റിപ്രസെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുവാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ താഴത്തെ സർക്കിൾ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ മേളിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനിങ്ങനെ റേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫിഗർ കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൈഡായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഹൈറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് സെഗ്മെൻറ്റ്, അതേപോലെ റേഡിയസ്, ഹൈറ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ റേഡിയസ് ഹൈറ്റിൽ ഞാൻ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹൈറ്റ് സെഗ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇൻ കേസ് ഇത് ഞാൻ കുറയ്ക്കുകയാണ്, 7 ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സെഗ്മെൻറ്റ് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൂട്ടുവാണെങ്കിൽ ഇവിടെ സെഗ്മെൻറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ 8 സെഗ്മെൻറ്റായിട്ടാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺവേർട്ട് ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ കൺവേർട്ട് ടു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മോഡിഫയർ ലിസ്റ്റിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും എഡിറ്റബിൾ പോളി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, അതേപോലെ എലിമെൻറ്റ്, ഇങ്ങനത്തെ പല പാരാമീറ്റർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പം ഞാനതിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പം ചെയ്യേണ്ടത് ഈ കപ്പിൻ്റെ ഓപ്പണിങ് അല്ലെങ്കിൽ കപ്പിനെ ഹോളോ ആക്കണം അല്ലേ. അപ്പോൾ ഹോളോ സെഗ്മെൻറ്റിന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ പോളിഗണിൽ സെലക്ട് ചെയ്യും. ഓക്കെ, എഡിറ്റ് പോളിഗണിൽ പോയിട്ട് ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ പോളിഗണിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, പോളിഗണിൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് താഴെ ഓപ്ഷൻസ് കുറേ വരും. ഓക്കെ, അതിൽ ബാക്കിയൊന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് എന്ന ഓപ്ഷൻ്റെ സെറ്റിങ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് പറയുമ്പം ഇൻസേർട്ടിൻ്റെ സൈഡിലുള്ള ബോക്സ് ആണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് എവിടെയാണോ ഹോളോ സെഗ്മെൻറ്റ് വേണ്ടത് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻ കേസ് എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടിയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണോ നമുക്ക് അതിൻ്റെ നമുക്ക് തിക്നെസ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പാരാമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യും, നമ്മൾ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് സെഗ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പം ഇത്രയാണ് വേണ്ടത്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓട്ടോക്യാഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ സെറ്റിങ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സെറ്റിങ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 25.4 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ബേസ് ലെവലിലാക്കാൻ വേണ്ടി ഇവനെ ഞാൻ 0 ക്ലിക്ക് ചെയ്യുകയാണ്. 0 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇതിൻ്റെ ബേസ് ലെവലിലായി. അഗെയിൻ എനിക്ക് ഹോളോ സെഗ്മെൻ്റ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഹോളോ സെഗ്മെൻറ്റ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ലെവൽ താഴുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ബാക്കിയുള്ള സെഗ്മെൻറ്റ് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, അഗെയിൻ ഞാൻ സ്വിച്ച് ചെയ്യുവാണ്. ഓക്കെ, മാക്സിമൈസ് ബോട്ടിൽ അഗെയിൻ ക്ലിക്ക് ചെയ്തു. അപ്പം എൻ്റെ ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ബാക്കിലുള്ള വയർ ഫ്രെയിം മാത്രം നോക്കിയാൽ മതി. ഗ്രീൻ സെഗ്മെൻറ്റ് നോക്കണ്ട, ബാക്കി ബാക്കിലുള്ള വയർ ഫ്രെയിം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ലൈൻ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ റെഡ് ലൈനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ റെഡ് ലൈൻ എനിക്ക് താഴോട്ടാക്കണം, മനസ്സിലായി. അപ്പോൾ കപ്പിൻ്റെ ആ ലെവലിൽ എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എത്രയാണോ എനിക്ക് വേണ്ടത് അതനുസരിച്ച് ഞാനിങ്ങനെ താഴോട്ടാക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും ലെവൽ വരെ മതിയെങ്കിൽ ഞാൻ അത്രയും ലെവൽ വരെ കുറച്ചിട്ട് ഓക്കെ പ്ലസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ മാക്സിമൈസ് പോർട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ കപ്പ് നമ്മുടെ ഇപ്പോൾ ഹോളോ ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്കിതിൻ്റെ ഹാൻഡിൽ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഗെയിൻ നമുക്ക് ഇവിടെ ഇതേ ഓപ്ഷനിൽ തന്നെ താഴെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഹിഞ്ച് ഫ്രം എഡ്ജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഹാൻഡിൽ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഹിഞ്ച് ഫ്രം എഡ്ജസ്, ഓക്കെ, ഹിഞ്ച് ഫ്രം എഡ്ജസ് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൻ്റെ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഹാൻഡിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവിടെയാണ് നമുക്ക് സെഗ്മെൻറ്റ് യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സെഗ്മെൻറ്റാണ് നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പ്ലസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും ഒരു മോഡിഫിക്കേഷനും ഇതിൽ സംഭവിക്കുന്നില്ല. ഓക്കെ, അതേപോലെ ഇവിടെ സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതിൽ ഞാൻ പ്ലസ് ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ, ഇപ്പോൾ നമുക്ക് കപ്പ് ഹാൻഡിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആദ്യം സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രൊജക്ഷൻ ഔട്ട്വേർഡായിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ റേസ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ റേസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പ് ഏകദേശം നമുക്ക് ഒരു ലെവലിലാവുന്ന പോലെ കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ കപ്പ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആൾട്ട് പ്രസ് ചെയ്യണം, അതേപോലെ സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് മോഡുലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് ഓക്കെ ഇവിടെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യണം, ടിക്ക് പ്രസ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ എഡ്ജും ഇപ്പോൾ നമ്മൾ ജോയിൻ ആവുന്ന രണ്ട് എഡ്ജിനെ കണക്ട് ചെയ്യണം. അതിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് ചെയ്യണം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഏത് എഡ്ജാണോ ജോയിൻ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അഗെയിൻ ഫർദർ ഏത് എഡ്ജാണ് ജോയിൻ ചെയ്യേണ്ടത് അതും ക്ലിക്ക് ചെയ്യണം കൺട്രോൾ പ്ലസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടും കൺട്രോൾ പ്ലസ് ചെയ്യുമ്പോൾ രണ്ടും പിങ്ക് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് നിങ്ങളിവിടെ കാണാൻ പറ്റും, ഇവിടെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബ്രിഡ്ജിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കപ്പ് ജോയിൻ ആകും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കപ്പ് ഏകദേശം റെഡി ആയിരിക്കുന്നു. ഓക്കെ, കപ്പിൻ്റെ ഏകദേശം ഫോം റെഡി ആയിട്ടിരിക്കുന്നു. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള സ്മൂത്ത് വെർഷൻ നമുക്ക് കാണണം. ഓക്കെ, സ്മൂത്ത് വെർഷൻ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ മോഡിഫയർ ലിസ്റ്റ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മോഡിഫയർ ലിസ്റ്റിൽ ടി പ്രസ് ചെയ്യണം. ടിയിൽ ടർബോ സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ടർബോ സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള വെർഷൻ, നമ്മുടെ കപ്പിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള വെർഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കപ്പ് നമ്മുടെ സ്മൂത്ത് വെർഷൻ ഇങ്ങനെയാണ് നമ്മുടെ കപ്പ് ഇരിക്കുന്നത്, മനസ്സിലാവും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു ഫാമിലി ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കണമെങ്കിൽ അതിനും ഫർദറായിട്ട് നമുക്ക് സെറ്റിങ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അഗെയിൻ
എഡിറ്റബിൾ പോളിയിൽ നമ്മൾ പോകണം. എഡിറ്റബിൾ പോളിയിൽ പോയിട്ട് നമ്മൾ ഈ എഡ്ജ് ഇവിടെ കാണാൻ പറ്റും, എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് എഡ്ജാണോ നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ലൂപ്പ് ആക്കുവാണ്. ഓക്കെ, ഇവിടെ ലൂപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഈ ലൂപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സർക്കിൾ ഫുള്ളായിട്ട് സെലക്ട് ആവും. ഓക്കെ, സർക്കിൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, കൺട്രോൾ പ്രസ് ചെയ്ത് നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, അതിന് മുന്നേ ഞാനിപ്പം എക്സ്ട്രൂഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ആവും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലെവൽ വേണ്ടത് 0 ലെവലിലാണ്. ഓക്കെ, അപ്പോൾ 0 ലെവലിൽ ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയാണ്. ഇത് ഞാൻ മുകളിലോട്ട് കൊണ്ടുവരുവാണ്. ആ ലൈൻ കാണാൻ നിങ്ങൾക്ക് ആ സ്മൂത്ത്നെസ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. അഗെയിൻ ഞാൻ എഡ്ജിൽ ക്ലിക്ക് ചെയ്തു. അഗെയിൻ ഞാൻ ഇപ്പോൾ എഡ്ജ് സെലക്ട് ചെയ്യണം. എനിക്ക് ഈ എഡ്ജാണ് വേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ലൂപ്പിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ലൂപ്പിൽ ക്ലിക്ക് ചെയ്ത് അഗെയിൻ ഞാൻ എക്സ്ട്രൂഡിൻ്റെ സെറ്റിങ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അഗെയിൻ എനിക്ക് ഇതിൻ്റെ സ്മൂത്ത്നെസ് എവിടം വരെ വേണം എനിക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് ലെവൽ വരെ ആക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽ വരെയാണ് എനിക്ക് സ്മൂത്ത്നെസ് ഉണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ പ്രസ് ചെയ്യും. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിനി ആക്ച്വലായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള വെർഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും കപ്പ്. ഓക്കെ, അപ്പോൾ ടർബോ സ്മൂത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ കപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് വെർഷനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അഗെയിൻ നമുക്ക് കപ്പിൻ്റെ ആക്ച്വലായിട്ടുള്ള വെർഷൻ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് F4 ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ്സ് കാണുന്നുണ്ടായിരിക്കും, കുറേ സെഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അത് മാറണമെങ്കിൽ F4 ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അഗെയിൻ നമുക്ക് ഈ താഴത്തെ വെർഷന് നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അഗെയിൻ എഡിറ്റ് പോളിയിൽ പോകണം. ഓക്കെ, എഡിറ്റ് പോളിയിൽ പോകണം. എന്നിട്ട് നമ്മൾ പോളിഗണിൽ ക്ലിക്ക് ചെയ്യണം. താഴത്തെ ഫോമിലൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ പോളിഗണിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഏത് ഭാഗമാണ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അഗെയിൻ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യണം, ഇൻസേർട്ട് എന്ന ഓപ്ഷൻ. എന്നിട്ട് നമുക്ക് എത്രയാണോ സ്മൂത്ത്നെസ് വേണ്ടത് അതനുസരിച്ച് നമ്മളിവിടെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണം. കുറയ്ക്കുകയോ കൂട്ടുകയോ എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സെലക്ട് ചെയ്യണം. ഓക്കെ, അത് സെലക്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ അഗെയിൻ എക്സ്ട്രൂഡ് അമർത്തണം. അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഇതുപോലത്തെ മോഡിഫൈ വേണമെങ്കിൽ എക്സ്ട്രൂഡ് അമർത്താം. ഓക്കെ, അപ്പം ചില നമുക്ക് ഡിസൈൻ അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കപ്പ് റെഡി ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടർബോ സ്മൂത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കപ്പ് റെഡി ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ കപ്പ് ഈസി ആയിട്ട് 3ds Maxൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിനി ഒറിജിനൽ ഫോമിൽ ഇതിൻ്റെ കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, F4 പ്രസ് ചെയ്യണം. F4 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമുക്ക് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത കപ്പ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 കപ്പുണ്ട്. ഇത് ചെറിയ ഇപ്പോൾ ഇത് ഡയമെൻഷൻ നോക്കാതെ ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വരച്ചതേ ഉള്ളൂ. ബിക്കോസ് സെഗ്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമൈസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലുതായിട്ട് വരച്ചത്. അതേപോലെ ഇത് ആക്ച്വലായിട്ടുള്ള വെർഷനാണ് നമ്മുടെ കപ്പിൻ്റെ. ഇതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്ത ഒരു സംഭവമാണ് നമ്മുടെ. വേറെ ടൈപ്പാണ്, കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള കപ്പാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക്സ് അലോട്ട്.